ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പരാജയപ്പെടുത്തി ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേ ഓഫിലേക്ക് ചെന്നൈയിൻ FC ഏകദേശം അവരുടെ സാധ്യതകൾ ഉറപ്പിച്ചു കഴിഞ്ഞു. യോഗ്യത നേടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈസ്റ്റ് ബംഗാളും റൗണ്ട് ക്ലാസ് പഞ്ചാബും തമ്മിൽ ഇന്ന് മത്സരം നടക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചാൽ പോലും അവർക്ക് സാധ്യത കുറവാണ്. വരാനിരിക്കുന്ന ചെന്നൈ FC ഗോവ മത്സരത്തിൽ ചെന്നൈക്ക് 1 പോയിന്റ് മാത്രം മതി ഇന്ന് ഈസ്റ്റ് ബംഗാൾ വിജയിച്ചാൽ. ഇന്നത്തെ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് മത്സരം സമനിലയിലായാൽ ചെന്നൈയിൻ FC യോഗ്യത നേടും പ്ലേ ഓഫിന്. അവർക്ക് പിന്നെ അടുത്ത മത്സരത്തിന്റെ ഫലത്തെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത മത്സരത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ഈ ഇന്നത്തെ മത്സരത്തോടു കൂടി തന്നെ പഞ്ചാബ് പിന്നെ അതുപോലെ ഈസ്റ്റ് ബംഗാൾ മത്സരം സമനിലയിലോ അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ഇന്ന് പരാജയപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ചെന്നൈയിൻ FC ഇത്തവണത്തെ ഈ ഒരു യോഗ്യത പ്ലേ ഓഫിനുള്ള യോഗ്യത നേടുകയും. എന്തായാലും ഇത്തവണ 6ാം സ്ഥാനക്കാരായി ചെന്നൈയിൻ FC തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ 90% സാധ്യത. ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം, ഈസ്റ്റ് ബംഗാൾ ഇന്നത്തെ മത്സരത്തിൽ പിന്നെ വിജയിക്കണം. അത് മാത്രമല്ല ഗോവയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ചെന്നൈയിൻ FC പരാജയപ്പെടുകയും വേണം. എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ചെന്നൈയിൻ FC ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവരുടെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ അല്ലെങ്കിൽ യോഗ്യത സജീവമാക്കിയിരിക്കുന്നു അവരുടെ സാധ്യതകൾ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ആവേശകരമായ നിർണായകമായ പോരാട്ടമാണ് ഈസ്റ്റ് ബംഗാളിന്. പഞ്ചാബിനെതിരെയാണ് ഈ ഒരു മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് വിജയിക്കണം. 3 പോയിന്റ് നിർബന്ധമാണ്. കൂടാതെ വരാനിരിക്കുന്ന ചെന്നൈ ഗോവ മത്സരത്തിന്റെ ഒരു ഫലം കൂടി കാത്തിരിക്കണം ഈസ്റ്റ് ബംഗാളിന് ഈ ഒരു പ്ലേ ഓഫ് സാധ്യത നേടുത്താൻ. എന്തായാലും ഇന്ന് ആവേശകരമായ മത്സരമായിരിക്കും. ഈസ്റ്റ് ബംഗാളും പഞ്ചാബും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആവേശകരമായ പോരാട്ടമായിരിക്കും.